കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആലങ്ങാട്ടുമനയിലെ തൻ്റെ അവസാന ദിവസം. ഇവിടം വിട്ടു പോകാൻ ഏറെ പ്രയാസമുള്ളതുപോലെ അത്രയ്ക്ക് ഈ പരിസരവുമായി താൻ ഇണങ്ങിക്കഴിഞ്ഞു. പിരിഞ്ഞു പോകുന്ന തീയതി അറിയിച്ചിരുന്നെങ്കിലും ഒരാഴ്ച കൂടി കൂടുതൽ ഇവിടെ നിൽക്കേണ്ടി വന്നു. എംപ്ലോയ്മെൻറ്റിൽ നിന്നും പുതിയതായി ആരും വന്നില്ല. പകരം വില്ലേജ് ഓഫീസർ തന്നെ ദിവസക്കൂലിക്ക് ആളെ വയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഓഫീസർ പീതാംബര സാറിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് വേലുവിനെ തൽക്കാലം ഇവിടെ ഒരു കാവൽക്കാരനായി വയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വേലുവിനായിരുന്നു ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ സന്തോഷം. കണ്ണിൽ പൊടിഞ്ഞ രണ്ടിറ്റ് കണ്ണുനീരായാണ് അയാൾ അത് പ്രകടമാക്കിയത്. അത്താഴത്തിനുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വേലു പോയതിനു ശേഷം വെറുതെ കട്ടിലിൽ കണ്ണടച്ചു കിടന്നു. ഇവിടുത്തെ അവസാനത്തെ രാത്രി. താൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വേലുവിന് കൊടുത്തു. കൂടാതെ സന്തോഷമാവട്ടെ എന്ന് കരുതി കുറച്ച് രൂപയും കൊടുത്തു. വാസുവും കൂട്ടരും തന്നെ കാണാൻ വന്നിരുന്നു. അയാൾക്കും ഏറെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. വാസുവിനെയും കൂട്ടരെയും തനിക്കിനിയും ആവശ്യം വരുമെന്ന് തോന്നൽ മനസ്സിൽ വന്നതിനാൽ കാണേണ്ടതായി വരും, അറിയിക്കാം എന്ന് പറഞ്ഞയച്ചു. വാസുവിന് അതൊരു അംഗീകാരമായാണ് തോന്നിയത്. കട്ടിലിൽ കണ്ണടച്ച് കിടന്നപ്പോൾ ഇവിടെ വന്ന ദിവസം മുതലുള്ള സംഭവങ്ങളെല്ലാം ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ വിഷ്ണുവിൻ്റെ ഹൃദയഭിത്തികളിൽ തെളിഞ്ഞു നിന്നു. താൻ ഇവിടെ വരുമ്പോഴത്തെ അവസ്ഥ അല്ലിപ്പോൾ ഏറെ മാറിയിരിക്കുന്നു. രുദ്രയുടെ സമാഗമം മുതൽ താൻ മാറുകയായിരുന്നു. ഇന്നിപ്പോൾ വലിയൊരു ഉത്തരവാദിത്വവും പേറി ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് നേരിടാനാവാത്ത അത്രയും സങ്കീർണമായ ഒരു ജോലിഭാരം തന്നിൽ അർപ്പിതമായിരുന്നു. രുദ്രയുടെ സാന്നിധ്യമുണ്ടായിട്ടുള്ള ഈ മുറി ഇനി അന്യമാവും. പക്ഷേ രുദ്ര ഇപ്പോൾ തൻ്റെ ഉള്ളിൽ ധമനികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏതു നിമിഷവും അത് തനിക്ക് അറിയുകയും ചെയ്യാം. കഴിഞ്ഞ ഏടുകളിൽ ഏറ്റവും ആശ്ചര്യപൂർവ്വം ഓർമ്മിക്കുന്നത് വക്കീലിനെ കാണാൻ പോയതാണ്. അന്നാണ് തനിക്ക് സ്വന്തം കഴിവുകളെക്കുറിച്ചും ഇപ്പോഴത്തെ തൻ്റെ പ്രതിരൂപത്തെ പറ്റിയും വ്യക്തമായ ധാരണയുണ്ടായത്. ഈ മുറിയിൽ കഴിഞ്ഞിരുന്നപ്പോൾ ഒന്നും പ്രത്യേകമായി തോന്നിയിരുന്നില്ല. അന്നത്തെ ആ യാത്രയും വക്കീലിനെ കണ്ടതും വ്യക്തമായി തന്നെ മനസ്സിൽ കാണാം. സ്വാമിനാരായണനും വിഷ്ണുവും അയ്യരുടെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ അയ്യർ പുറത്തേക്ക് വന്ന് സ്വാമിയെ സ്വീകരിച്ചത് കണ്ട് വിഷ്ണുവിന് സ്വാമിയുടെ നിലയും വിലയും കുറിച്ച് നല്ല മതിപ്പ് തോന്നി. ഇത്രയും വലിയ ആളാണ് തൻ്റെ കൂടെയുള്ളത്, താനുമായി നല്ല സൗഹൃദത്തിൽ ഇടപെട്ടതെന്ന് ഓർമ്മിച്ച് വിഷ്ണുവിന് തന്നെ സ്വയം താൻ ആരൊക്കെയോ ആവുകയാണെന്ന് തോന്നി. അയ്യരുടെ ഓഫീസ് മുറിയിൽ രണ്ടുപേരും ഇരുന്നു. ഇതാണ് സ്വാമി പറഞ്ഞ വിഷ്ണുദത്തൻ നമ്പൂരി അല്ലേ? വിഷ്ണു അതേ എന്ന അർത്ഥത്തിൽ ശിരസനക്കി. വിഷ്ണുദത്തൻ നമ്പൂരി എന്ന് കേട്ടപ്പോൾ അല്പം കൂടി പ്രായമുള്ള ഒരാളെയാണ് ഞാൻ സങ്കല്പിച്ചത്. അയ്യർ തമാശയായി പറഞ്ഞു. അയ്യർ സാറ് എന്നെ വിഷ്ണു എന്ന് വിളിച്ചാൽ മതിയല്ലോ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. മറ്റുള്ളവരും ആ സംസാരത്തിൽ തമാശ കേട്ടെന്ന പോലെ ചിരിച്ചു. ഓക്കെ വിഷ്ണു ആ ഡോക്യുമെന്റ്സ് കാണിക്കൂ. ചുരുക്കത്തിൽ കാര്യങ്ങളും ഒന്ന് അവതരിപ്പിക്കൂ. രേഖയുടെ പകർപ്പെടുത്ത് അയ്യരുടെ പക്കൽ കൊടുത്ത് സ്വാമിയോട് വിശദീകരിച്ചതുപോലെ തന്നെ അദ്ദേഹത്തോടും പറഞ്ഞു. രേഖകൾ ഓരോന്നായി വിശദമായി നോക്കിക്കൊണ്ടിരുന്ന അയ്യരുടെ മുഖത്ത് വിഭിന്ന വികാരങ്ങൾ പ്രകടമായിരുന്നത് ഇരുവരും ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്നു. അവസാനത്തെ ഭാഗം വരെ നോക്കിയിട്ട് സംശയ നിവാരണത്തിനെന്ന പോലെ ഇടയ്ക്ക് ചില ഭാഗങ്ങൾ ഒന്നുകൂടി തിരിച്ചു നോക്കി. രേഖകളെല്ലാം കൃത്യമാണ്. ചെമ്പുപട്ടയമുള്ള ഭൂമിയാണ്. വിഷ്ണുവിൻ്റെ നേരെ നോക്കി, ഇതിൻ്റെ അസൽ അവരുടെ പക്കലുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ തന്നെയാണ് അതിൽ നിന്ന് ഈ പകർപ്പുകൾ എടുത്തത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം. കോടതി ആവശ്യപ്പെടുമ്പോൾ അത് ഹാജരാക്കണം. അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. എപ്പോൾ വേണമെന്ന് പറഞ്ഞാലും ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, സ്വാമിക്കറിയാവുന്നല്ലേ, മൂവര് സംഘത്തോടാണ് മത്സരിക്കേണ്ടത്. അയ്യര് മുന്നിലുണ്ടെങ്കിൽ കരുണാകരമേനോനും സംഘത്തിനും ഒന്നും ചെയ്യാനുണ്ടാവില്ല. സ്വാമിയുടെ പ്രശംസ അയ്യർക്ക് സുഖിച്ചെങ്കിലും പ്രകടിപ്പിച്ചില്ല. സ്വാമിയുടെ ഫീസിൻ്റെ അഡ്വാൻസായി 2 ലക്ഷം രൂപയും കൊടുത്താണ് അവർ ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. സാവിത്രി അന്തർജനത്തെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള വക്കാലത്ത് പേപ്പറുകളും വിഷ്ണുവിനെ അയ്യർ ഏൽപ്പിച്ചിരുന്നു. വാതിൽക്കൽ വരെ അയ്യർ അവരെ അനുഗമിക്കുകയും ചെയ്തത് വിഷ്ണു ശ്രദ്ധിക്കാതിരുന്നില്ല. മടക്കയാത്രയിൽ സ്വാമി വിഷ്ണുവിനോട് ഫോൺ നമ്പർ ചോദിച്ചപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ ആവശ്യകത ബോധ്യമായത്. എന്താ വിഷ്ണു, ഇക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? സ്വാമിക്ക് വളരെ അത്ഭുതമായിരുന്നത് എന്ന് ചോദ്യത്തിൽ തന്നെ പ്രകടമായിരുന്നു. കൂടുതലായി യാത്രയൊന്നുമില്ലാത്തതിനാൽ അതൊരാവശ്യമായി തോന്നിയിരുന്നില്ല. തൻ്റെ ജീവിതം അത്തരത്തിലൊരവസ്ഥയിലായിരുന്നു എന്നതാണ് മനസ്സിലുണ്ടായിരുന്നെങ്കിലും സ്വാമി ചിന്തിച്ചത് മറിച്ചായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു അലങ്കാരത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ആൾക്കാർ മൊബൈലിനെ കാണുന്നത്. വിഷ്ണുവിൻ്റെ ആ ലളിത ജീവിത രീതി അയാൾക്ക് ഏറെ ബോധിച്ചു. ഇന്നലെ വരെ കഴിഞ്ഞു. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഒരു മൊബൈൽ ഫോൺ കൂടി വാങ്ങിയിരിക്കണം. സ്വാമിയുടെ സ്വരത്തിൽ ഒരു രക്ഷിതാവിൻ്റെ പോലെയുള്ള അധികാരധ്വനി അടങ്ങിയിരുന്നത് വിഷ്ണു അറിഞ്ഞു. പക്ഷേ അത് വിഷ്ണു അംഗീകരിക്കുകയായിരുന്നു. ഒന്നിനു പകരം 2 ഫോണുകളും അതിന് സിം കാർഡും വിഷ്ണു വാങ്ങി. രണ്ടാമത്തേത് അനിയത്തിക്കാണോ എന്ന സ്വാമിയുടെ ചോദ്യത്തിന് അല്ല, അമ്മയ്ക്കാണ് എന്ന വിഷ്ണുവിൻ്റെ മറുപടി സ്വാമിനാരായണന്
അയാളെപ്പറ്റിയുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു. രണ്ടുപേരും മൊബൈൽ കടയിൽ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ എതിരെ വന്ന ഒരു കാവ്യവേഷധാരി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കി. തീക്ഷ്ണമായിരുന്നു ആ കണ്ണുകൾ. ആ കാവ്യ വസ്ത്രധാരി തൻ്റെ കയ്യിലിരുന്ന ഒരു തുണ്ട് കടലാസ് സ്വാമിയുടെ പക്കൽ കൊടുത്ത് അതിലെ വിലാസം എവിടെയാണെന്ന് അന്വേഷിച്ചു. സ്വാമി വിലാസം പറഞ്ഞു കൊടുക്കുമ്പോഴും അയാളുടെ നയനങ്ങൾ വിഷ്ണുവിലായിരുന്നു. വിലാസം പറഞ്ഞിട്ട് സ്വാമി വണ്ടിയിലേക്ക് കയറിയതിനു പിന്നാലെ വിഷ്ണുവും സീറ്റിലേക്ക് കടന്നിരുന്നു. അകലേക്ക് നടന്നു നീങ്ങിയ കാവ്യവസ്ത്രധാരി വീണ്ടും തിരിഞ്ഞ് വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നതിൽ എന്തോ അപാകതയുള്ളതുപോലെ തോന്നി. കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാമി പറഞ്ഞു, ഇവിടെ അടുത്തൊരു ആശ്രമമുണ്ട്. അതിൻ്റെ വിലാസമായിരുന്നു അയാൾ അന്വേഷിച്ചത്. സ്വയം താൻ ദൈവമാണെന്ന് അവതരിച്ച ഒരു സന്യാസി. വളരെയേറെ അനുയായികൾ ഇപ്പോൾ അയാൾക്കുണ്ട്. എന്തിനേറെ പറയണം, പ്രമുഖ രാഷ്ട്രീയക്കാർ വരെ ഇപ്പോൾ അവിടുത്തെ അന്തേവാസികളാണ്. വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്നും ആ നോട്ടം മറഞ്ഞിരുന്നില്ല. വലതു കൈവിരലിലെ രത്നമോതിരത്തിലേക്ക് വിഷ്ണു ദൃഷ്ടി പായിച്ചു. പുഞ്ചിരിക്കുന്ന രുദ്രയുടെ മുഖം അയാൾക്ക് ആശ്വാസം നൽകി. വീട്ടിലേക്ക് സ്വാമി വീണ്ടും ക്ഷണിച്ചെങ്കിലും പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ നിരസിച്ചു. ബസ് സ്റ്റേഷനിലെത്തി വിഷ്ണുവിനെ യാത്രയാക്കിയിട്ടാണ് സ്വാമി മടങ്ങിയത്. അനുസൂതം മുന്നോട്ട് നീങ്ങിയ ചിന്താധാരകൾക്ക് ഭംഗം വരുത്തി സുഷുപ്തി അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വിഷ്ണുവിനെ തള്ളിയിട്ടു. രാക്കളിയുടെ കളകരാരവങ്ങളോ നിശയുടെ മർമ്മരങ്ങളോ അറിയാതെ വിഷ്ണു ഉറക്കത്തിൽ സ്വയം അമർന്നു. നിദ്രയുടെ താഴ്വരകളിലെ പാന്താവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നനുത്ത സ്പർശം വിഷ്ണുവിനെ തഴുകി ഉണർത്തി. ഇതുവരെ തോന്നിയിട്ടില്ലാത്തൊരു സംഭ്രമചിത്തതയോടെ വിഷ്ണു കണ്ണു തുറന്നു. മുന്നിലെ കനത്ത ഇരുട്ടിൽ ഒരു നക്ഷത്രം ഉദിച്ചതുപോലെ പ്രകാശിക്കുന്ന മുഖം, രുദ്രയുടെ മുഖം. ഒരപരിചിതത്വം പോലെ വിഷ്ണു ആ മുഖത്ത് തന്നെ ക്ഷണങ്ങളോളം നോക്കിക്കിടന്നു. വിഷ്ണു, ഉണരൂ. വീണ്ടും ആ കുളിർമയുള്ള തലോടൽ മുടിയിഴകളിൽ നിന്നും നെറ്റിയിലേക്ക്. പൊടുന്നനെ സ്ഥലകാലബോധം തിരിച്ചിട്ടിയതുപോലെ വിഷ്ണു എഴുന്നേറ്റിരുന്നു. രുദ്ര വീണ്ടും വിഷ്ണുവിൻ്റെ ഇരു കവിളുകളിലും തലോടി. വിഷ്ണു, ഉണരൂ. ഒരു നനുത്ത പുഞ്ചിരി വിഷ്ണുവിൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു. എനിക്കെന്താണ് സംഭവിച്ചത്? വിഷ്ണു രുദ്രയുടെ ശരീരത്തോട് ചേർന്നിരുന്ന് ചോദിച്ചു. ഒന്നും സംഭവിച്ചില്ല. അല്ല, സംഭവിക്കുകയില്ല. രുദ്ര ചോദിച്ചു. വിഷ്ണുവിൻ്റെ അണിവിരലിലെ ആഭരണമെവിടെ? പെട്ടെന്ന് തന്നെ വിഷ്ണു വിരലിൽ നോക്കി. അതവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ വെച്ചൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ ഒന്നുകൂടി ചികഞ്ഞു നോക്കി. കിട്ടുന്നില്ല. കൂടുതൽ ചിന്തിക്കേണ്ട, ഇതാ കയ്യിലണിഞ്ഞോളൂ. രുദ്ര നൽകിയ മോതിരം വിരലിൽ ധരിക്കുമ്പോഴും ആലോചിക്കുകയായിരുന്നു, എങ്ങനെ അത് നഷ്ടമായി? കുറച്ചു സമയത്തെ പരതലിന് ശേഷം ഉത്തരം കിട്ടി. ശുചിമുറിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ വിരലിൽ നിന്ന് ഊരിയെടുത്ത് പോക്കറ്റിൽ വെച്ചതാണ്. പിന്നെ അത് മറന്നു. കിടക്കുന്നതിനിടയിൽ അത് നഷ്ടപ്പെട്ടിരിക്കാം. ഇപ്പോൾ എല്ലാം ഓർമ്മയിലെത്തി അല്ലേ? കുസൃതി ചിരിയോടെ രുദ്ര ചോദിച്ചു. മറുപടി ഒരു ചിരിയിലൊതുക്കി. പക്ഷേ രുദ്രയുടെ മുഖം നിമിഷങ്ങൾക്കകം ഗൗരവപൂർണമായത് വിഷ്ണു കണ്ടു. എന്താണ് എനിക്ക് സംഭവിച്ചത്? രുദ്രയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ കാര്യങ്ങൾ ആദ്യമേ തന്നെ ധരിപ്പിക്കേണ്ടതായിരുന്നു. രുദ്ര തുടർന്നു. ഈ രത്നാങ്കുലിയം വിഷ്ണുവിൻ്റെ സംരക്ഷണം കൂടിയാണ്. അത് ഏതാനും സമയം നഷ്ടമായതിൻ്റെയാണ് ഇപ്പോൾ വിഷ്ണുവിനുണ്ടായ ഈ വിഭ്രാന്തി. വിഷ്ണുവിന് വ്യക്തമായൊന്നും പിടികിട്ടിയില്ലെന്ന് മനസ്സിലാക്കിയ രുദ്ര തുടർന്നു. ഇനി പറയുന്ന വസ്തുതകൾ ശ്രദ്ധയോടെ കേൾക്കണം. വിഷ്ണു എല്ലാം ഗ്രഹിക്കുന്നുവെന്ന് മനക്കണ്ണുകളിൽ ദർശിച്ച് രുദ്ര പറഞ്ഞു. മനക്കകത്ത് നിധിശേഖരവും അത് സൂക്ഷിച്ചിരിക്കുന്ന വിധവും വിഷ്ണു വായിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവകാശം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ അനർഹമായ കൈകളിലെത്തിക്കാൻ തീയ ശക്തികളും അവതരിച്ചിട്ടുണ്ട്. ക്ഷണനേരം വിഷ്ണുവിൻ്റെ ഭാവങ്ങൾ വീക്ഷിച്ച് രുദ്ര പറഞ്ഞു. സത്യം ജയിക്കുവാൻ ഇവിടെ കായബലവും അർത്ഥബലവും ആവശ്യമാകുന്നു. അതിൻ പ്രകാരം അസത്യത്തെയും അകൃതങ്ങളെയും നേരിടാൻ ഇന്ദ്രിയശക്തിയും താന്ത്രിക ശക്തിയും അനിവാര്യമാണ്. വിഷ്ണുവിന് ഒന്നും തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് രുദ്രയ്ക്ക് മനസ്സിലായി. ഇക്കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷ്ണുവിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം ശ്രവിച്ച് രുദ്ര മൃദുവായി അവൻ്റെ തലയിൽ തലോടി. ഇതുവരെ വിഷ്ണു ചെയ്തത് നിങ്ങളുടെ ഭൂമിയിലെ തത്വസംഹിതയ്ക്കും നിയമവ്യവസ്ഥകൾക്കും വിധേയമായിട്ടാണ്. ഇതോടൊപ്പം തന്നെ ശത്രുപക്ഷത്ത് ചേക്കേറുന്ന അതീന്ദ്രിയ ശക്തികളെയും നേരിടണം. ഇതിൽ ആദ്യ ഗണത്തിലെ പ്രതിയോഗം പരിഹരിക്കുവാൻ വിഷ്ണുവിന് കഴിയും. രണ്ടാം ഭാഗത്ത് വരുന്നവരെ എതിരിടാൻ ഞാൻ വിഷ്ണുവിൻ്റെ കൂടെയുണ്ടാകും. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹവും ഭൂതഗണങ്ങളും കൂട്ടിനുണ്ടാവും. ഇതിൻ്റെ പ്രാഥമികമെന്ന നിലയിലാണ് ഞാൻ വിഷ്ണുവിന് ദിവ്യദർശനം പ്രാപ്തമാക്കിയത്. ഇപ്പോൾ വിഷ്ണുവിന് പ്രശ്നങ്ങളുടെ ശരിയായ വഴി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇരുന്നിടത്ത് ഒന്നുകൂടി ഇളകിയിരുന്ന് രുദ്രയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. വിഷ്ണു ഒരു മനുഷ്യനാണ്. അതിനാൽ രക്ഷാകവചം അനിവാര്യമാണ്. ഇനി ഒരു കാരണവശാലും ഈ അങ്കുലിയും നീക്കം ചെയ്യരുത്.
അത് അപകടം ക്ഷണിച്ചു വരുത്തും. വിഷ്ണുവിനെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന പോലെ ശിരസിൽ തലോടി രുദ്രമൊഴിഞ്ഞു. ഇനി സുഖമായി ഉറങ്ങിക്കൊള്ളും. മുൻ നിശ്ചയിച്ച പ്രകാരം കുറച്ചുനാൾ വീട്ടിൽ തങ്ങി പിന്നീട് ഞാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഉദയന്നൂർ കോവിലകത്തിലേക്ക് പോകേണ്ട സമയം യഥാവിധി വിഷ്ണു അറിയും. ഒരിക്കൽ കൂടി രുദ്ര അയാളെ ചേർത്തണച്ച് ശുഭമായ നിദ്ര ആശംസിച്ച് പുകച്ചുരുളുകളിൽ മറഞ്ഞു.